ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്തിട്ട് കാണാം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ 2 ഇഞ്ച് വീതിയിൽ 40 ഇഞ്ച് നീളത്തിലും തുണി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് വീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നീളം നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു 4 ഇഞ്ചാണ് കൂട്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊരു 10 ഇഞ്ച് വരെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മുകൾ ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. സെൻറ്റർ ഭാഗത്തേക്ക് രണ്ടറ്റത്ത് നിന്നും മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷം വീണ്ടും അതിന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെഷീനകത്ത് നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എടുത്തുകൊണ്ട് ഇതിന് ഇത്തിരി വീതി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ചിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ വീതി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തുടക്ക ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഫുള്ളായിട്ട് നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അറ്റഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കിയതിന് ശേഷം വേണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അവസാന ഭാഗം എത്തുമ്പോൾ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വള്ളി സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ ഫുള്ളായിട്ട് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ചാണെങ്കിൽ ഇതിലും വീതി കുറവായിരിക്കും. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വള്ളി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.